ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എടുക്കുന്നതിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രസക്തിയില്ല, അവർ ഇല്ലാതെയും വിജയിക്കാൻ കഴിയും. UDF-നെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ നടത്തരുതെന്നും മോൻസ് ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മോൻസ് ജോസഫ് MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും വരുന്നത് UDF പ്രവേശനം. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നു എന്ന് വലിയ ചർച്ചയായിട്ട് നിലനിൽക്കുകയാണ്. അത് തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപൊക്കെ പലപ്പോഴും തള്ളിയിരുന്നവർ, ഞങ്ങളെ ക്ഷണിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നവർ അത് തള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മുന്നണിയിലേക്കുള്ള വേറെ പ്രവേശനത്തെ എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ? അല്ല, ഇപ്പോൾ ഇതിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞങ്ങളിപ്പം ഇതിനൊരു പ്രസക്തിയും കാണുന്നില്ല. രാഷ്ട്രീയമായ ഇപ്പം നടക്കുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനം ചെയ്താണ്. ഇങ്ങനെ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ ആരെ ഇവരെ ക്ഷണിക്കുന്നത്? എന്താണ് അതിന് പ്രസക്തി എന്നുള്ള വിഷയം വരികയാണ്. UDF-നെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ പോലും നല്ലതല്ല എന്ന അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു, പാർട്ടി ചെയർമാനും പറഞ്ഞു. അതിൻ്റെ കാരണം ഇന്ന് കേരളത്തിൽ ഈ കക്ഷികളൊന്നും ഇല്ലാതെയാണല്ലോ ഇത്രയും വലിയ വിജയം ഉണ്ടായേ. പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടു, അവരില്ലാതെ UDF ജയിച്ചു. അവരില്ലാതെ പഞ്ചായത്ത് ഇലക്ഷനിൽ UDF തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള ജനത ആഗ്രഹിക്കുന്ന എന്താണ്? ഇടതുപക്ഷ ഭരണം മാറണം, UDF അധികാരത്തിൽ വരണം. നിശ്ചയമായും ഈ കക്ഷികളില്ലാതെ തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മേഖല ഏതാ? 1 ഇടുക്കി, 2 കോട്ടയം, 3 പത്തനംതിട്ട. ഈ ജില്ലകളെല്ലാം UDF തൂത്തുവാരി. തിളക്കമാർന്ന വിജയം UDF-നുണ്ടായി. അതെന്തുകൊണ്ട്? ജനങ്ങളുടെ ശക്തമായ പിന്തുണയാണ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനരോഷം ഇതെല്ലാം പ്രതിഫലിക്കുമ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾ വരണമെങ്കിൽ വരട്ടെ, ഇല്ലാതെ തന്നെ വിജയം ഉണ്ടായി, ഇനിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. ഞങ്ങൾ UDF-ൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ UDF-ൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളിതിനെതിരെ നിൽക്കില്ല. കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും മോൻസ് ജോസഫ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം കേരള കോൺഗ്രസ് എം അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന കാര്യം തന്നെയാണ് പറയുന്നത്. റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ കോട്ടയം. അഖിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ൽ എത്തിക്കാനുള്ള ചരടുവലികൾ നടക്കുന്നതിനിടയിൽ, കരുനീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ അപായമണി മുന്നറിയിപ്പ് നൽകുകയാണോ മോൻസ്? മുറിമുറിപ്പുകൾ സജീവമാണ്. അത് ആദ്യം വന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും ഈ കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ജോസഫിനോടൊന്നും കൂടി ആലോചിക്കാതെ കോൺഗ്രസിലെ നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം UDF-നുള്ളിൽ അമർഷമുണ്ടാക്കുന്നു എന്നതാണോ മോൻസ് ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? UDF-നെ ദുർബലപ്പെടുത്തുന്ന തീരുമാനങ്ങളോ ചർച്ചകളോ ഇപ്പോൾ പാടില്ലെന്ന് മോൻസ് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് പോലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും. കാരണം അതിൽ കൃത്യമായ മറ്റൊരു വാക്ക് കൂടി പറയുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസ് എമ്മിനോടോ അല്ലെങ്കിൽ മുന്നണിയിലോ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും എന്നൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് കൃത്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ചർച്ചകൾ സജീവമാണ്, ഇത്തരത്തിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ കാര്യങ്ങൾ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യം തന്നെയാണ് എന്തായാലും മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അതൃപ്തി, അതായത് മുന്നണി വരുമ്പോൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വരുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല, എങ്കിൽ പോലും അവരുടെ ആവശ്യം നിലവിലില്ല, അല്ലെങ്കിൽ അവർ വരുന്നത് താല്പര്യമില്ല എന്നുള്ളത് കൃത്യമായി തന്നെ തുറന്നടിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് മോൻസ് ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായും മുന്നിലേക്ക് കേരള കോൺഗ്രസ് എം വരുമ്പോൾ നിലവിൽ അവർക്ക് 10 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ സീറ്റ് ലഭിക്കാതിരിക്കും വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകും എന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചോളം കൃത്യമായി തന്നെയാണ്. കാരണം എം വന്നു കഴിഞ്ഞാൽ അവരുടെ പല സീറ്റുകളും വിട്ടു നൽകേണ്ടി വരും, പല സീറ്റുകളും കൊടുക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളിലേക്കും വരും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ വിജയം നേടിയ സാഹചര്യത്തിൽ ഒരു പ്രസക്തിയില്ലാത്ത പാർട്ടിയെ മുന്നിലേക്ക് എടുക്കേണ്ടതില്ല എന്ന കാര്യം തന്നെയാണ് എന്തായാലും മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത്. കാരണം അവർ കൃത്യമായ അവരുടെ നിലപാട് പറയുന്നത് UDF-നെ ദുർബലപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അത്തരം ചർച്ചകൾ ഒഴിവാക്കണം. അതായത് ആദ്യം കേരള കോൺഗ്രസ് എം അവിടെ നിലപാട് വ്യക്തമാക്കട്ടെ, ആദ്യം അവർ LDF-നെ തള്ളി പറയട്ടെ, അതിനുശേഷം UDF-ലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയും. ഇത്തരത്തിൽ ആവർത്തിച്ച് വരില്ല എന്ന് പറയുന്ന ഒരു മുന്നണിയെ എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വരുന്നു എന്ന ചർച്ചകളിലേക്കൊക്കെ തുടങ്ങി വെക്കുന്നു എന്ന കാര്യമാണ് മോൻസ് ജോസഫ് ചോദിക്കുന്നത്. എന്തായാലും അവർക്ക് കൃത്യമായ എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്. ഈ കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം വരുന്നതിൽ താല്പര്യമില്ല. ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ എന്തായാലും വരുമ്പോൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി തന്നെ മുന്നണിക്കുള്ളിൽ വരുന്നതിൽ താല്പര്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആ വാക്കുകൾ കൃത്യമായി തന്നെ വ്യക്തമാണ്. അതായത് ഓരോ വാക്കുകളിലും കൃത്യമായി അവർക്ക് പ്രാധാന്യമില്ല, അവരില്ലാതെ വിജയിക്കാൻ കഴിഞ്ഞു, അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളും UDF തൂത്തുവാരി. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ചർച്ചയാണ് എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അവർക്ക് ഈ എമ്മിന്റെ മുന്നണി പ്രവേശനത്തിൽ വലിയ താല്പര്യമില്ല എന്നുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ സഭകളുടെയൊക്കെ തന്നെ സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞു
പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മോൻസ് ജോസഫ്. ഡോക്ടർ താങ്ക് യു അഖിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂടെ കൂട്ടുന്നതിനുള്ള ചർച്ച തുടങ്ങിയപ്പോഴേ UDF-ൽ അമർഷവും അതൃപ്തിയും പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മോൻസ് ജോസഫിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. UDF-ൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസിന്റെ നേതാക്കൾ എടുത്ത തീരുമാനമാണ്. അതിന് എങ്ങനെയൊക്കെ പ്രതിഫലിക്കും, ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും, ആരൊക്കെ സീറ്റുകൾ നഷ്ടമാകും, ആരൊക്കെ ഒഴിയേണ്ടി വരും, ഇതൊക്കെ വലിയ ചർച്ചകളായിട്ട് മാറും. തെരഞ്ഞെടുപ്പല്ലേ, പലതും പ്രതീക്ഷിക്കാം. പക്ഷേ വിസ്മയങ്ങൾ പലതും ബാക്കിയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല്ലത്ത് കൊട്ടാരക്കരയിൽ ഇന്നലെ നമ്മളൊരു വിസ്മയം കണ്ടു. അത് ഇഷാ പോറ്റി LDF-ലേക്ക് പോയതാണ്, കോൺഗ്രസിലേക്ക് പോയതാണ്. കോട്ടയത്തും ഒരു വിസ്മയം വരാൻ പോകുന്നു. ആലപ്പുഴയിലും ഒരു വിസ്മയമുണ്ട്. കായംകുളത്തൊരു വിസ്മയം ഒരുങ്ങുന്നു എന്നും കേട്ടു. നമുക്ക് കാത്തിരുന്ന് കാണാം വിസ്മയങ്ങൾ